നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതിയാൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് അല്ലേ? ഇവിടെ വരുമ്പോഴേക്കും നമ്മളൊരു സെമിക്കോളൻ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്: ഡിക്ലറേഷൻ, അസൈൻമെന്റ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അതായത് നമുക്കൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേരിയബിൾസ് പഠിച്ചപ്പോഴേക്ക് നമ്മളൊരു മെമ്മറി ഇത് വരച്ചു, ഇതിൻ്റെ അകത്തൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നമ്മളൊരു പേരും കൊടുത്തു അല്ലേ? ഇതിന് നമ്മളൊരു പേരും കൊടുത്തിരുന്നു. ഒരു വേരിയബിൾ എന്തായിരുന്നു? നം എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? അതായത് ഇതൊരു ഇൻറ്റീജർ നമ്പർ അല്ലേ, അപ്പോൾ നമുക്ക് ഇൻറ്റ് എന്ന് കൊടുക്കാം. വേരിയബിൾ എന്താണ്? നം ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഡിക്ലറേഷൻ ആയി. നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് എന്താണ്? ഡേറ്റ ടൈപ്പ് എഴുതാം, വേരിയബിൾ എഴുതാം, സെമിക്കോളൻ ഇടാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഈ ഒരു 18 എന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഡേറ്റ ടൈപ്പ് എഴുതാം, വേരിയബിൾ എഴുതാം, ഈക്വൽ ടു ഇട്ടിട്ട് വാല്യൂ കൊടുത്ത് സെമിക്കോളൻ ഇടാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇൻറ്റ് നം ഈക്വൽ ടു 18 ഇങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇൻറ്റ് നം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് 18 എന്ന് കൊടുത്ത് സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അത് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്തത് വരുന്നതാണ് ആക്സസ് മോഡിഫയർ. ആക്സസ് മോഡിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേരിയബിളിനെ കോൺസ്റ്റന്റിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പൈ. പൈൻ്റെ വാല്യൂ എന്താ? 3.14. അത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? 3.14 എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പൈയുടെ മുന്നിൽ ഒരു ഫ്ലോട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊരു കോൺസ്റ്റന്റ് ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കോൺസ്റ്റ് എന്നൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, അതൊരിക്കലും മാറില്ല. അതിനാണ് നമ്മൾ ഈ ഒരു ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്ലറേഷൻ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുന്നതാണ് അസൈൻമെന്റ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഏതായിരുന്നു? ഈക്വൽ ടു. RHSലേക്ക് LHSന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ആരുടേത്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിൻ്റെത്. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കിക്കേ, A = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 5 നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. A = B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന വേരിയബിളിലേക്ക് B എന്ന വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തു. അല്ലാതെ Aയും Bയും ഈക്വൽ ആണെന്നല്ല. ഓക്കെ, Aയും Bയും ഈക്വൽ ആണെന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? A = B എന്ന് എഴുതണം. ഓക്കെ, ഇനി നോക്കിക്കേ, സം ഈക്വൽ ടു A+B. അതായത് A+B എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ റിസൾട്ട് നമ്മൾ സമ്മിലേക്ക് അസൈൻ ചെയ്തു. ലാസ്റ്റ് നോക്കിക്കേ, A = √25. അതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷനൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കും. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഫംഗ്ഷൻ ആണ്. വേരിയബിളിനെ നമുക്കൊരു ഫംഗ്ഷനിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അസൈൻമെന്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. Input statement allows the user to store data in memory during execution. നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇവിടെ ഒരു n എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റീജർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ ടൈപ്പ് ചെയ്താ ഇൻറ്റ്, അതായത് ഇൻറ്റീജർ ആണ്. അപ്പോൾ C in എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്, ദെൻ n. ഇങ്ങനെയാണ് നമ്മളത് കൊടുക്കുന്നത്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കേ, നമ്മൾ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്തു. CN എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ അത് വന്ന് നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ വഴി നമ്മുടെ വേരിയബിളിലേക്ക് ചെന്ന് നിൽക്കും, മെമ്മറിയിലെ വേരിയബിളിലേക്ക് ചെന്ന് നിൽക്കും. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഓക്കെ, CIN അതായത് ഇൻപുട്ട്, CIN. മനസ്സിലായോ? ഇതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് എഴുതാം. ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ put 2 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ? C out ആണ്. അതായത് ഔട്ട്പുട്ട് ആയതുകൊണ്ട് C out. അപ്പോൾ ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്ന ഏതാണ്? C out എന്ന് എഴുതുക, ഇൻസേർഷൻ ഓപ്പറേറ്റർ, ദെൻ n സെമിക്കോളൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വേരിയബിളിൽ നിന്ന് നമ്മളുടെ ഇൻസേർഷൻ ഓപ്പറേറ്റർ വഴി C out എന്ന് പറയുന്ന ഒബ്ജക്റ്റിലൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സിംപ്ലി ഇങ്ങനെയാണ് എഴുതുന്നത്. ഔട്ട്പുട്ടിന് C ഔട്ടും ഇൻപുട്ടിന് CIN ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാസ്കേഡിംഗ് IO ഓപ്പറേറ്റേഴ്സ്. IO ഓപ്പറേറ്ററുകളുടെ സംയോജനം. അപ്പോൾ എന്താണ് കാസ്കേഡിംഗ് IO ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ നിങ്ങളൊരു 3 വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻറ്റീജർ ആയിട്ടുള്ള 3 എണ്ണം XYZ എന്ന് പറയുന്നത് 3ഉം ഇൻറ്റീജർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 രീതിയിൽ എഴുതാം. ഇപ്പോൾ വേണമെങ്കിൽ ഇൻറ്റ് X, Y, Z
ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതും, ഇൻറ്റു എക്സ് എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇൻറ്റു വൈ, ദെൻ ഇൻറ്റു സെഡ്. ഇങ്ങനെ മൂന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. പക്ഷെ അതിന് പകരം നമുക്ക് ഏറ്റവും എളുപ്പം എങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ ഒരു ഒറ്റ ലൈനിൽ എഴുതുന്നതാണല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഇത് എഴുതിയ പോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ കാസ്കേഡിങ് ഐ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കിക്കേ, സി ഇൻ എക്സ് എന്ന് പറഞ്ഞു, സി ഇൻ വൈ, സി ഇൻ ഇസഡ്, ഇത് നമ്മൾ മൂന്നായിട്ട് കൊടുത്തിരിക്കുക. പക്ഷെ ഇത് മൂന്നും ഒരേ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് എഴുതാം. കണ്ടോ, സി എൻ എഴുതി നമ്മൾ ആ ഒരു ഓപ്പറേറ്റർ കൊടുത്തു, ദെൻ എക്സ് എഴുതി എഗെയിൻ ഓപ്പറേറ്റർ കൊടുത്തു, ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുത്തു, വൈ എഴുതി എഗെയിൻ ആ ഒരു ഓപ്പറേറ്റർ കൊടുത്തിട്ട് സെഡ് എഴുതി. ഓക്കെ, അതുപോലെ തന്നെ എന്തിലും കൊടുക്കാം, ഔട്ട്പുട്ട് ഓപ്പറേറ്ററിലും കൊടുക്കാം. കണ്ടോ, സി ഔട്ട് എക്സ്, സി ഔട്ട് വൈ, സി ഔട്ട് ഇസഡ് എന്ന് പറഞ്ഞ് മൂന്നായിട്ട് കൊടുത്തിരിക്കുക. പക്ഷെ ഇത് മൂന്നും എന്താ, സെയിം ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നും നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്കേഡിങ് ഓഫ് ഐ ഒ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താ, നമ്മുടെ പ്രോഗ്രാം നമുക്ക് സിമ്പിൾ ആക്കുക, മാക്സിമം നമുക്ക് കോഡിൻ്റെ ലൈൻസ് ഓഫ് കോഡ് മാക്സിമം കുറച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതാനാണ് നമ്മൾ ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ, കാസ്കേഡിങ് ഐ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് ഒക്കെ ആണല്ലോ. നമ്മൾ ഓൾറെഡി ഡേറ്റ ടൈപ്സ് പഠിച്ചല്ലേ, നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പഠിച്ചത് ഡേറ്റ ടൈപ്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു, ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ ടൈപ്സ് പഠിച്ചു. അപ്പോൾ ഈ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ സൈസിലും റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രിസിഷനിലൊക്കെ നമ്മളൊരു ഓൾട്രേഷൻ വരുത്തുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താ, ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. അതായത് C++ provides data type modifiers which help us to alter the size, range or precision. എന്താണ്, നമുക്ക് C++ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡേറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരിക്കുമുള്ള ഡേറ്റ ടൈപ്പിൻ്റെ സൈസിലും റേഞ്ചിലും നമുക്ക് ഓൾട്രേഷൻ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് സൈൻഡ്, അൺസൈൻഡ്, അതുപോലെ ലോങ് ആൻഡ് ഷോർട്ട്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, മിസ് ആദ്യമേ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ, GCC ആണല്ലേ, അല്ലാതെ ഇപ്പോൾ ടർബോസി ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ടർബോ വരുമ്പോഴേക്കും എന്താ, അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ ഇൻഡീജർ എന്ന് പറയുന്നത് GCCയിൽ നമുക്ക് 4 ബൈറ്റാണ് സൈസ് എന്ന് പറയുന്നത്. എന്നാൽ ടർബോസിയിലൊക്കെ വരുമ്പോഴേക്കും എന്താ, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ ഏതാണോ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഏതാണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സിൻ്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫിക്സഡ് ആണ്. അത് ക്ലിയർ ആണല്ലോ, നമുക്ക് എങ്ങനെയാണ് സൈസ് വരുന്നതെന്നുള്ളത് ക്ലിയർ അല്ലേ. അപ്പോൾ അതിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു സൈസിൽ ഓൾട്രേഷൻ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ദ എക്സാക്ട് സൈസസ് ഓഫ് ദീസ് ഡേറ്റ ടൈപ്സ് ഡിപ്പെൻഡ് ഓൺ ദി എന്താണ്, കമ്പൈലർ ആൻഡ് ദി കമ്പ്യൂട്ടർ യു ആർ യൂസിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലോട്ട് പഠിച്ചതാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താ, ഫ്ലോട്ടിൽ ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, ഫ്ലോട്ടിനേക്കാളും വലിയ ഒന്നായിരിക്കും ഡബിൾ എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം സൈസ് വലുതാന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം എന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ കറക്റ്റ് സൈസ് എത്ര മടങ്ങ് വലുതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഫ്ലോട്ടിനേക്കാളും വലുതാണ് ഡബിൾ. അതുപോലെ തന്നെ ഡബിളിനേക്കാളും വലുതാണ് എന്ത്, ലോങ് ഡബിൾ എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് കാര്യം നമുക്ക് ഫിക്സ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കമ്പൈലർ എന്നാ പറഞ്ഞേ, GCC ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു GCC കമ്പൈലർ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സൈസും റേഞ്ചും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് താഴെ ഒരു ടേബിളായിട്ട് തന്നിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മതി, അതങ്ങനെ പഠിക്കണം, കാണാണ്ട് പഠിക്കണം അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എങ്ങനെയൊക്കെയാണ് സൈസിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാർ എന്ന് പറയുന്നത് എന്താ, 1 ബൈറ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 1 ബൈറ്റാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നോക്കിക്കേ, സൈൻഡ് ആയിട്ടുള്ള റേഞ്ചും അതുപോലെ അൺസൈൻഡ് ആയിട്ടുള്ള റേഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡീജറിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ നോർമലി നമ്മുടെ ഇൻഡീജറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡീജർ തന്നെ നമുക്ക് ലോങ്ങും ഉണ്ട് ഷോർട്ടും ഉണ്ട്. ഷോർട്ട് ഇൻഡീജർ എന്ന് പറയുമ്പോൾ എന്താകും, ഷോർട്ട് ചെറുതാണ് അല്ലേ. അപ്പോൾ ഇൻഡീജർ 4 ബൈറ്റ്സ് ആയിരുന്നു, അപ്പോൾ ഷോർട്ട് ഇൻഡീജർ എന്ന് പറയുമ്പോൾ സൈസ് ഇവിടെ 2 ബൈറ്റ്സ് ആണ്.
ഇനി ലോങ് എന്ന് പറയുമ്പോഴോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ലോങ് എന്ന് പറയുമ്പോൾ ഇവിടെ 4/2 തന്നെയാണല്ലോ. നമ്മൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 32 ബിറ്റ് സൈസിലാണ്. നമ്മൾ 64 കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് വരും? ഷോർട്ടിന് 2, നോർമൽ ഇൻറ്റീജറിന് 4, ലോങ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 8 ബൈറ്റ്സ്. 64 എടുത്ത് നോക്കുവാണെങ്കിൽ 64 ബൈറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 64 ബിറ്റ് സൈസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 248 എന്ന് എഴുതാം. പക്ഷെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എന്താ 32 ബിറ്റ് സൈസിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സെയിം 4 തന്നെയാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ കാണാം. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് എത്രയാ? 4 ബൈറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡബിൾ വരുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞു ഫ്ലോട്ടിനേക്കാളും വലുതാണ് ഡബിൾ. അപ്പോൾ എത്രയായി? 8 ആയിട്ടുണ്ട്. അതുപോലെ ഡബിളിനേക്കാളും വലുതാണ് എന്ത്? ലോങ് ഡബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ലോങ് ഡബിൾ പറഞ്ഞപ്പോൾ നോക്കി 12 ബൈറ്റ്സ് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചേഞ്ച്, അതായത് ഇതിന്റെ റേഞ്ചിലും സൈസിലും ഓൾട്രേഷൻ വരുത്തുന്നത്. അപ്പൊ അതിനെന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് നമുക്ക് ഒരു ഡേറ്റ ടൈപ്പ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സൈസിലും അതുപോലെ തന്നെ അതിന്റെ റേഞ്ചിലൊക്കെ ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയായിരുന്നു? സൈൻഡ്, അൺസൈൻഡും ഉണ്ട്, അതുപോലെ ലോങ് ആൻഡ് ഷോർട്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇൻറ്റീജറിൻ്റെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോട്ട് ഡബിളും ലോങ് ഡബിളും ഒക്കെ എത്രയാക്കിയാന്നുള്ളതൊക്കെ ഈ ഒരു സൈസൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. ജസ്റ്റ് ഇൻറ്റീജർ 4 ആണ്, ഷോർട്ട് വരുമ്പോൾ 2 ആണ്, ലോങ് 32 ബിറ്റിലാണെങ്കിൽ 4 തന്നെ, 64 ബിറ്റിലാണെങ്കിൽ 8 ആയിട്ട് എഴുതാം. അതിൽ സിമ്പിളാണ് ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ വരുമ്പോൾ. ഫ്ലോട്ടിംഗ് പോയിന്റ് ഫ്ലോട്ട് എന്ന് പറയുമ്പോഴേക്കും 4 ആണ്, ഡബിൾ വരുമ്പോൾ 8, ലോങ് ഡബിൾ വരുമ്പോൾ 12 കൂടി വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ടൊക്കെ അങ്ങ് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ. ടൈപ്പ് മോഡിഫയേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ടൈപ്പ് കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, ഇനം മാറ്റൽ, ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഇൻറ്റീജർ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പാണ്, ക്യാർ ഒരു ഡേറ്റ ടൈപ്പാണ്, ഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇൻറ്റീജറിനെ ഫ്ലോട്ട് ആക്കി മാറ്റുക. ഓക്കെ, അങ്ങനെയുള്ളൊരു ഡേറ്റ ടൈപ്പിൻ്റെ കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ ടു അനദർ. ഡേറ്റയുടെ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നതാണ് ഇംപ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തന്നെ ചെയ്യുന്നത്. ഓക്കെ, സിസ്റ്റം തന്നെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്നും, അതുപോലെ നമ്മൾ മാനുവലി ചെയ്യുന്നത്, അതായത് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ തന്നെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്കത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് ആദ്യമേ പറഞ്ഞത് അല്ലേ? എന്താണത്? ആന്തരിക ഇനം മാറ്റൽ, ഇംപ്ലിസിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ നമ്മുടെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കി, നമ്മൾ ഓൾറെഡി പറഞ്ഞു സിസ്റ്റമാണ് ചെയ്യുന്നതെന്ന് അല്ലേ? അതായത് ദിസ് കൺവേർഷൻ ഇസ് ഡൺ ബൈ C++ കമ്പൈലർ. നമ്മൾ C++ കമ്പൈലർ തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ഇംപ്ലിസിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെപ്പോഴും ലോവർ ടു ഹയർ ടൈപ്പിലേക്കായിരിക്കും മാറ്റുക. ഓക്കെ, അതായത് ചെറിയ ഡേറ്റ ടൈപ്പിൽ നിന്ന് വലിയ ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും? ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ പോലീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റബിളായിട്ട് ഇരിക്കുന്ന ആൾക്ക് പ്രൊമോഷൻ കിട്ടി SI ആവുന്നു, പിന്നെ പ്രൊമോഷൻ കിട്ടി CI ആവുന്നു, അങ്ങനെ മാറി പോകാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഡേറ്റ ടൈപ്പിൽ നിന്ന് അതിൻ്റെ വലിയ ഡേറ്റ ടൈപ്പിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഇംപ്ലിസിറ്റ് എന്നായിരിക്കില്ല ചോദിക്കുക, ടൈപ്പ് പ്രൊമോഷൻ എന്താണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചാലും മനസ്സിലാവണം എന്ത്? ഇത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് വരുന്നതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, അതായത് ബാഹ്യ ഇനം മാറ്റൽ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ആര് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? പ്രോഗ്രാമർ. ഓക്കെ, മാനുവലി നമ്മൾ ചെയ്യുന്നതിനെയാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഇസ് ഡൺ ബൈ ദി പ്രോഗ്രാമർ. അതായത് കോഡ് എഴുതുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാമർ എന്ന് പറയുന്നത്, പ്രോഗ്രാം ചെയ്യുന്ന ആള്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഗ്രാമറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, പ്രോഗ്രാമർ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, this is done by specifying the data type within parenthesis to the left of the operand. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു P എന്ന് പറയുന്നത് എടുക്കുകയാണ്. ഓക്കെ, ഈ Pനെ എനിക്ക് P ഇപ്പോൾ ഒരു ഇൻ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതിനെ എനിക്കൊരു ഫ്ലോട്ട് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റിൽ നമ്മൾ ഫ്ലോട്ട് എന്ന് കൊടുക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കും.
ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എനിക്ക് P-നെ ഫ്ലോട്ട് ആക്കി മാറ്റണം എന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും, നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവും, P-നെ ഫ്ലോട്ട് ആയിട്ട് മാറ്റി കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് എന്ത്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ചിലപ്പോൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, വാട്ട് ഈസ് ടൈപ്പ് കാസ്റ്റിംഗ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടൈപ്പ് കാസ്റ്റിംഗ് ആൻഡ് ടൈപ്പ് പ്രൊമോഷൻ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്ന് കൺഫ്യൂഷൻ ആവരുത്. എന്താണ് സംഭവം, ടൈപ്പ് കൺവേർഷൻ ആണ്, അതായത് നമ്മുടെ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക എങ്ങനെയാണ് ടൈപ്പ് കൺവേർഷൻ നടക്കുന്നതെന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളതാണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ്സും ഓപ്പറേറ്റേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ 2 ചാപ്റ്ററിലായിട്ട് നമ്മൾ മെയിൻ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതേണ്ടതെന്ന് അറിയണ്ടേ. നമ്മുടെ C++ പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഘടനയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ലൈനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കിക്കേ, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ ഉണ്ട്. ദെൻ യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ ഇൻറ്റ് മെയിൻ, ദെൻ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാന്ന് പറഞ്ഞു, റിട്ടേൺ 0, ദെൻ ഈ ഒരു കേളി ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, നമുക്ക് ഓരോരോ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, അതാണ് ഈ ഒരു ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ഹെഡർ ഫയൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ, ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് IOStream ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്ട്രക്ചർ എഴുതാൻ നേരത്തെ വേണമെങ്കിൽ IOStream എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ ഹെഡർ ഫയൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. സ്ട്രക്ചർ എഴുതാൻ നേരത്തെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മിസ് അടുത്തൊരു സാമ്പിൾ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് എന്താ, ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് പറയുന്നത് എന്താണ്, ഒരു ഹെഡർ ഫയൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് IOStream എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ. നോക്കിക്കേ, ഇത് കംപ്ലീറ്റ് ആവുന്ന എവിടെയാ, രണ്ടാമത്തെ ലൈനിലാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ സെമിക്കോളൻ ഇട്ടിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ലൈനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പൊ നേരെ ചാടിക്കയറി അവിടെ കൊണ്ടുപോയി സെമിക്കോളൻ ഇടരുത്. ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആവുന്ന എവിടെയാ, ഇതിന്റെ താഴെ എന്താ കൊടുത്തിരിക്കുന്നത്, യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ. ഓക്കെ, അതായത് ഈ ഒരു ഹെഡർ ഫയൽ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. എന്താ യൂസ് ചെയ്യേണ്ടേ, യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിഫയർ എന്ന് പറയുന്നത് STD ആണ്. ഓക്കെ, STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്. അതായത് IOStream എന്ന് പറയുന്ന ഒരു ഫയൽ, ഇപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കുറേ മെയിൻ ഹെഡിങ്സ് ഉണ്ടാവും, സബ് ഹെഡിങ് ഉണ്ടാവും, ആ സബിൽ പിന്നെയും സബ് ഹെഡിങ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ നെയിം സ്പേസ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ആണ്. ഇങ്ങനെ പറയുന്ന ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ പറയില്ല. അപ്പൊ സെക്ഷന് നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് നെയിം സ്പേസ് എന്ന്. ഓക്കെ, മിസ് ക്ലിയർ ചെയ്ത് തരാം. IOStream എന്ന് പറയുന്നത് ഒരു ഫയൽ. ഓക്കെ, ആ ഫയലിലുള്ള ഒരു സെക്ഷൻ, ഓക്കെ, ഒരു നെയിം സ്പേസ് ആണ് എന്ത്, STD എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ, IOStream എന്ന് പറയുന്ന ഒരു ഫയലിൻ്റെ ഉള്ളിലെ ഒരു സെക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, IOStream എന്ന് പറയുന്ന ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഫയലിനുള്ളിലെ സ്റ്റാൻഡേർഡ്, ഓക്കെ, STD എന്ന് പറയുന്ന നെയിം സ്പേസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു IOStream എന്ന് പറയുന്ന ഫയൽ യൂസ് ചെയ്യുന്നത്, എന്താണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ ഉള്ളത്, നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടേ. അതായത് നമ്മുടെ C-in C-out എന്ന് പറയുന്ന ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു ഫയലിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഫയലിൽ നിന്ന് ഇത് കോൾ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ പോയി എല്ലാ പ്രോഗ്രാമിലും എങ്ങനെയാണ് C എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഗ്രാമിൽ ഇത് ഇവിടെ നിന്ന് വിളിക്കാം, ജസ്റ്റ് C-in എഴുതി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ C-in C-out, അതായത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒബ്ജക്ട്സ് ഡിഫൈൻ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാ, ഈ ഒരു IOStreamൽ
STD എന്ന് പറയുന്ന ഈ ഒരു നെയിം സ്പേസിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിവിടെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിവിടെ വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ 2 ലൈൻ എല്ലാത്തിലും ഇതുപോലെ തന്നെ നമ്മൾ എഴുതും. ഇല്ല ചേഞ്ചസ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്ന എന്താണെന്ന് നോക്കിക്കേ, ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. നമ്മൾ C++ എപ്പോഴും എഴുതുന്നത് ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും. ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ കുറേ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, നമ്മളത് കോൾ ചെയ്യും. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്കും എപ്പോഴും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു മെയിൻ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ താഴെ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ ഒരു ഫംഗ്ഷന്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞു, ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പറഞ്ഞു. അതൊരു കേളി ബ്രാക്കറ്റ്, എപ്പോഴും ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ കേളി ബ്രാക്കറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെൻറ്റ്സ്, പല സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലേ. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു, അസൈൻമെൻറ്റ് പഠിച്ചു, അങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എവിടെ എഴുതുന്നത്? ഈ ഒരു സെറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതാം, ഈ ഒരു ബ്രേസസിൻ്റെ ഉള്ളിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്താണ്? റിട്ടേൺ 0. ഈ റിട്ടേൺ 0 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഈ 0 റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അതായത് ഈ പ്രോഗ്രാം മുഴുവൻ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 0 റിട്ടേൺ ചെയ്ത് കിട്ടുമ്പം എന്ത് മനസ്സിലാവും? കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ഉറപ്പ് വരുത്താനാണ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു 0 റിട്ടേൺ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ബ്രേസസ് നമ്മളിവിടെ ലാസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഇത് എഴുതാം. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ഹെഡർ ഫയൽ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് IOStream എന്നും ഐഡൻറ്റിഫയർ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് STD എന്നും കൊടുത്തിട്ട് എഴുതാം. എന്നിട്ട് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്, ഹെഡർ ഫയൽ. അതിന് താഴെ ആ ഒരു ഹെഡർ ഫയലിൻ്റെ ഉള്ളിലെ STD എന്ന് പറയുന്ന ഒരു നെയിം സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ ഇൻറ്റു മെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി, ലാസ്റ്റ് നമ്മൾ 0 റിട്ടേൺ ചെയ്ത് കൊടുത്തു, ആ ഒരു ബ്രേസസ് ക്ലോസ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നോക്കിയാലോ? നോക്കിക്കേ, ഇൻക്ലൂഡ് IOStream. കണ്ടോ, IOStream എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? #include_IOStream. അതായത് IOStream എന്ന ഫയൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസ് യൂസ് ചെയ്തു. എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. കണ്ടോ, ഇത്രയും സെറ്റ് ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു 4 ലൈൻ എല്ലാത്തിലും സെയിമാണ്. ഇങ്ങനെ തന്നെ എഴുതി പോവുക. ഈ ഒരു 4 ലൈൻ എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എന്താണോ ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് എഴുതാം. ബാക്കി ഇതെല്ലാം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ കാണാപ്പാഠം പഠിച്ച് എഴുതാനല്ല പറയുന്നത്, അതെന്താണ് ആ ഓരോ ലൈനും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം സ്ട്രക്ചർ ചോദിക്കും, അറിഞ്ഞു വെച്ചിട്ട് പ്രോഗ്രാം എഴുതാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ജസ്റ്റ് ഹലോ വെൽക്കം ടു C++ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് നമ്മൾ ഏത് ഒബ്ജക്റ്റാണ് യൂസ് ചെയ്യുന്നത്? Cout അല്ലേ? Cout യൂസ് ചെയ്തു, ഇതാ ഓപ്പറേറ്റർ കൊടുത്തു. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് നമ്മൾ കോഡ്സിൽ നമ്മൾ എന്ത് എഴുതി? ഹലോ വെൽക്കം ടു C++ എന്ന് എഴുതി. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എൻഡ് ചെയ്തത് എങ്ങനെയാണ്? കണ്ടോ, നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ട് എൻഡ് ചെയ്തു. നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ 0 കൊടുത്തു. ഇവിടെ ഓപ്പൺ ചെയ്ത കേളി ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും, ഹലോ വെൽക്കം ടു, എങ്ങനെയാണോ നമ്മൾ ആ കോഡ്സിനുള്ളിൽ എഴുതി കൊടുത്തത് അതുപോലെ തന്നെ വരും, വെൽക്കം ടു C++. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ പ്രോഗ്രാം കണ്ടപ്പോഴേക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞാൽ എഴുതാമല്ലോ. ഓക്കെ അല്ലേ? നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് കുറച്ച് മാർഗനിർദ്ദേശങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാർക്ക് ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെയാണെന്ന് വിചാരിക്കുക. കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലുണ്ടാവും. അതായത് നിങ്ങൾ എഴുതിയ മാർക്കും ഉണ്ടാവും, C മാർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രോഗ്രാമിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടോട്ടൽ മാർക്കിന് T എന്ന് കൊടുക്കാം. എഴുതുന്ന, അതായത് നിങ്ങൾ റിട്ടേൺ ആയിട്ടുള്ളതിന് വേണമെങ്കിൽ W എന്നും, C മാർക്കിന് നിങ്ങൾക്ക് C, ഇങ്ങനെയൊക്കെ നമ്മൾ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ചിലപ്പോൾ A = B+C അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് A എന്ന് പറയുന്നത് ടോട്ടലാണ്, B എന്ന് പറയുന്നത് എന്താ ഞാൻ എഴുതിയതാണ്, C എന്ന് പറയുന്നത് C മാർക്കാണ്. ഇങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കും.
പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേറൊരാൾക്ക് നോക്കുവാണെങ്കിൽ എന്താണ് എ എന്താണ് ബി, ഓക്കെ, അത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പം നമ്മളിപ്പോഴും ഐഡന്റിഫയർ എഴുതുമ്പോഴേക്കും നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളത്, ഓക്കെ, നെയിമിംഗ് കൺവെൻഷൻ കൊടുക്കുമ്പോഴേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെയിമിംഗ് കൺവെൻഷൻ കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ മാർക്കിന് ടോട്ടൽ മാർക്ക് എന്ന് തന്നെ, ഓക്കെ, അതായത് ഇപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ നിങ്ങൾ റിട്ടേൺ എക്സാം, നിങ്ങൾ എഴുതിയ എക്സാമിന് നിങ്ങൾ എങ്ങനെയാണ് അത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ TE ആണെങ്കിൽ അങ്ങനെ, സി മാർക്ക് ആണെങ്കിൽ എന്താ CE എന്ന് പറഞ്ഞു കൊടുക്കാം. ഡോട്ടൊന്നും ഇടരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം TE + CE. അപ്പം മനസ്സിലാവല്ലേ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയതും അതുപോലെ തന്നെ എന്താ CE മാർക്കും കൂടെ ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നെയിമിംഗ് കൺവെൻഷൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ ഇൻപുട്ട് ചെയ്യണം. ഇപ്പോൾ വെറുതെ നിങ്ങൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത് ഇല്ല. അപ്പം എന്ത് ചെയ്യുക, അപ്പം നമ്മൾ ഏതാ റോൾ നമ്പർ എന്ന് തന്നെ നിങ്ങൾ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾ ഐഡന്റിഫയറിന് പേര് കൊടുക്കാം. അപ്പം അതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലൊന്നും എടുക്കരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് പറയാണ് ഇപ്പോൾ HN ഇങ്ങനെ 2 വേരിയബിൾ കൊടുക്കണം, H/N. ഇത് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ, അതായത് Xനെ N വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യം എന്താ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ y = x - x/n × n ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഓപ്പറേറ്റർ പഠിച്ചിരുന്നു. ഏതാണ്? മോഡുലസ് അല്ലേ. അതായത് ഈ ഒരു മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ റിമൈൻഡർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, y = x mod n എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, റിമൈൻഡർ കിട്ടൂലേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ഭയങ്കര വലുതായിട്ട് നീട്ടി വരച്ച് എഴുതി പോവാതെ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. അതാണ് എപ്പോഴും പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് നല്ലത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ എഴുതാൻ നേരത്ത് ഇപ്പോൾ മലയാളമൊക്കെ എഴുതുമ്പോൾ നീട്ടി വലിച്ച് എഴുതാന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ എഴുതും അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യരുത്. പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് പക്കയായിട്ട് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ, യൂസ് കമൻസ് വെറെവർ നീഡഡ്. ഓക്കെ, കമൻസ് യൂസ് ചെയ്യാം. അതായത് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, പക്ഷെ അത് കമ്പൈലർ യൂസ് ചെയ്യുന്നില്ല. കമ്പൈലർ ഇഗ്നോർ ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമുക്ക് മനസ്സിലാവാൻ, ഇപ്പം മിസ് ആദ്യമേ പറഞ്ഞു നിങ്ങൾ ഐഡൻറ്റിഫയർ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 2 നമ്പർ കൂട്ടുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പം നിങ്ങൾ S = A + B എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ പറയുകയാണ് S എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് സമ്മാണ്, A ആൻഡ് B എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് വേറൊരാൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈഡിൽ ഒരു കമൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾ ഈ ഒരു ലൈൻ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് കൊടുക്കാം, S എന്ന് പറയുന്നത് സമ്മാണ്, Aയും B എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ് എന്ന് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ കമൻറ്റ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്, സിംഗിൾ ലൈൻ കമൻസും ഉണ്ട്, മൾട്ടി ലൈൻ കമൻസും ഉണ്ട്. ഓക്കെ, സിംഗിൾ ലൈൻ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരൊറ്റ ലൈനിൽ നിങ്ങൾക്ക് തീരുന്ന കമൻറ്റ് ആണെങ്കിൽ സിംഗിൾ ലൈൻ കമൻറ്റ്. അതെങ്ങനെ എഴുതുന്നത്, ഇതാ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അതായത് ഇപ്പം ഇങ്ങനെ എഴുതി ഇവിടെ എന്താണോ നിങ്ങളുടെ കണ്ടന്റ് അത് എഴുതാം, ഒരു ലൈൻ ആണെങ്കിൽ. ഓക്കെ, അതല്ല ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ലൈൻ ഓഫ് കോഡ് എഴുതാനുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ അവിടെ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് താഴെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാം പ്രോഗ്രാമിൽ, കമൻ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാമിൽ കൊടുക്കാം. അപ്പോൾ എന്താ, അപ്പം നമുക്ക് മൾട്ടി ലൈൻ കമൻറ്റ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ, അതായത് / ഇതിടാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് അത് മുഴുവൻ എഴുതിയിട്ട് അത് എവിടെയാണോ തീരുന്നത് അവിടെ എന്ത് ചെയ്യുക, എഗെയിൻ */ ഇങ്ങനെ കൊടുക്കാം. തിരിഞ്ഞു പോകരുത്, 2 സ്റ്റാർ ഒന്നിച്ച് /2 ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൾട്ടി ലൈൻ കമൻസ്, കുറേ ലൈൻസ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് കമൻസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഈസിയാണ്, ഒരു എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്കും ഇത് എന്തിൻ്റെ കോഡാണ്, ഈ കോഡ് ഞാൻ എന്തിനാണ് എഴുതിയത്, ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ കമൻസ് എഴുതാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, റെലവൻസ് ഓഫ് ഇൻഡൻറ്റേഷൻ. ഓക്കെ, റെലവൻസ് ഓഫ് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോഡ് എഴുതുന്ന ഒരു രീതി, അതായത് എല്ലാം ഒരു സൈഡിൽ ഒരു അരികത്തുനിന്ന് മാത്രം എഴുതും, അങ്ങനെ എഴുതി പോകരുത്. അതായത് എഴുതുന്നതിനൊരു ഭംഗിയൊക്കെ വേണം. നമ്മുടെ കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം,
ഇതിന് ഈ ഫംഗ്ഷൻ്റെ സെറ്റാണിത്, ഈ ഫംഗ്ഷൻ്റെയാണിത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ കോഡ് എഴുതാൻ. അത് നമ്മൾ കോഡ് എഴുതുന്നതോറും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കോഡ് എഴുതേണ്ടത്, അത് എന്തോരം സ്പേസ് ഒക്കെ ഇട്ടിട്ട് വേണം എഴുതാൻ എന്നുള്ളത്. അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ഓരോ ലൈൻ എഴുതി കഴിയുമ്പോഴേക്കും ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, ഇപ്പം നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് എഴുതി അതിൻ്റെ നേരെ താഴെ തന്നെ കേൾ ബ്രാക്കറ്റ് കൊടുത്തു. അതിൻ്റെ നേരെ താഴെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാതെ ഒരു ടാബ് അടിച്ചിട്ട് ഇത്തിരി നീക്കി എഴുതി തുടങ്ങാം. എന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ നേരെ താഴെയായിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവും, ഈ ഫംഗ്ഷനെയാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ പാരഗ്രാഫ് ഒക്കെ എഴുതില്ലേ അതുപോലെ. അപ്പം അങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക, ഒരു ഭംഗിക്ക് കോഡ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി നമ്മളൊരു കോഡ് എഴുതാൻ നേരത്ത്. അപ്പോൾ ഇതൊക്കെ വെച്ചൊക്കെ കോഡ് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തീർന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് നോക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് യൂസസ് ഡാഷ് ബൈറ്റ്സ് ഓഫ് മെമ്മറി. ഒരു ഇൻറ്റീജർ എത്ര ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ പഠിച്ച സാധനമാണല്ലേ, ഇൻറ്റീജർ യൂസ് ചെയ്യുന്നത് 4 bytes ആണ്. ക്ലിയർ? ഇനി ടു പെർഫോം എ യൂണറി ഓപ്പറേഷൻ ഹൗ മെനി നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് നീഡഡ്. ഒരു യൂണറി ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ എത്ര ഓപ്പറാൻഡ്സ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണറി എന്ന് പറയുമ്പോൾ തന്നെ എന്താ, 1 ആണ് അല്ലേ, ഒരെണ്ണമാണ്. യൂണറി എന്ന് പറഞ്ഞാൽ 1, ബൈനറി എന്ന് പറയുമ്പോൾ 2. ഓക്കെ, ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈസ് ഡാഷ് ഓപ്പറേറ്റർ. ഓക്കെ, കണ്ടീഷണൽ ഓപ്പറേറ്ററിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും. ഏതായിരുന്നു? യൂണറി, ബൈനറി, ടെർണറി. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ ആണല്ലോ, ക്ലിയർ? ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻ. നമുക്ക് 4 എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ 4 എക്സ്പ്രഷൻസിൽ അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഏതാണ്, ലോജിക്കൽ എക്സ്പ്രഷൻ ഏതാന്നുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ എക്സ്പ്രഷൻ നോക്കിക്കേ, നമുക്ക് അരിത്തമെറ്റിക്കും ഉണ്ട്, പിന്നെ ഏതാ, ലോജിക്കലും ഉണ്ട്. നമുക്കത് ഇവിടെ എഴുതാം. അരിത്തമെറ്റിക് ഏതൊക്കെയാണ്, അതുപോലെ ലോജിക്കൽ ഏതൊക്കെയാണെന്നുള്ളത് എഴുതാം. അപ്പോൾ ഫസ്റ്റത്തെ എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ്. ഓക്കെ, പ്ലസും ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് ഏതാ, അരിത്തമെറ്റിക്കിലാണ് അല്ലേ. അപ്പോൾ ഇത് അരിത്തമെറ്റിക്കിൽ വരും. ഇനി ബി എന്താ, എക്സ് ലെസ് ദാൻ വൈ ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ സെഡ്. അതെന്താ, ലോജിക്കലാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ലോജിക്കലിൽ കൊടുക്കാം. ദെൻ വൈ അല്ല, എക്സ് ബൈ വൈ ഡിവിഷൻ ആണ് അല്ലേ. അപ്പം നമുക്കത് എവിടെ വരും, അരിത്തമെറ്റിക്കിൽ വരും. ബി അല്ല, സി. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 89 ഓർ വൈ ലെസ് ദാൻ 80. അപ്പം അത് എവിടെയാ വരിക, അത് നമ്മുടെ ലോജിക്കലാണ്. അപ്പോൾ എയും സിയും അരിത്തമെറ്റിക്കും ബിയും ഡിയും ലോജിക്കലായിട്ടാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് അങ്ങനെ നേരെ എഴുതാനുള്ളൂ. ഇനി കൺസിഡർ ദ ഫോളോയിങ് ഡിക്ലറേഷൻ. നമുക്ക് താഴെ തന്നിരിക്കുന്ന നോക്കിയേ, കോൺസ്റ്റ് ഇൻറ്റ് ബി പി. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അതിന് താഴെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ എന്താ കൊടുത്തിരിക്കുന്നത്, ബി പി ഈക്വൽ ടു 100 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് വാലിഡ് ആണോ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്, വാലിഡ് ആയിരിക്കും. കോൺസ്റ്റ് ഇൻറ്റ് ബി പി. ഓക്കെ, ബി പി എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് താഴെ ആ ബി പി എന്ന് പറയുന്നത് 100 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വാലിഡ് അല്ല, ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. ഇത് എറർ കാണിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കുന്നത്, നമുക്ക് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. കോൺസ്റ്റന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. മാത്രമല്ല നമ്മളൊരു കോൺസ്റ്റന്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അത് ഇനിഷ്യലൈസേഷൻ ചെയ്തിരിക്കണം അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ എഴുതാം, നമുക്ക് കോൺസ്റ്റ് ഇൻറ്റ് ബി പി ഈക്വൽ ടു 100 ഇങ്ങനെ തന്നെ എഴുതാം നേരെ. ഇതിപ്പോൾ ഓക്കെയാണ്. ഓക്കെ, കാരണം മുകളിൽ നമ്മൾ എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ താഴെ നമ്മളിത് കൊടുക്കുമ്പോഴേക്കും എന്താ, അത് ചേഞ്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ എന്നല്ല, അത് ചേഞ്ച് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. അപ്പം അത് എറർ കാണിക്കും. അപ്പം നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ കൂടെ തന്നെ അത് ഇനിഷ്യലൈസേഷനും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആയില്ലേ? ഇനി with the same size we can change the size and range of data. Comment on this statement. എന്താണ്, with the same size we can change the size, sign and range of data. ഓക്കെ, അതായത് സെയിം സൈസിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡേറ്റയുടെ സൈനും റേഞ്ചും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എന്താ നമ്മൾ യൂസ് ചെയ്യുക, എന്ത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക? നമ്മുടെ
ടൈപ്പ് മോഡിഫയേഴ്സ്. ടൈപ്പ് മോഡിഫയേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ സൈനിലും റേഞ്ചിലും ഒക്കെ ഓൾട്രേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയായിരുന്നു? സൈൻഡ്, അൺസൈൻഡ്, അതുപോലെ ലോങ്, ഷോർട്ട്. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതിയാൽ മതി. ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റിലേറ്റ് ചെയ്ത് എഴുതാം. ഇനി എക്സ്പ്ലെയിൻ കാസ്കേഡിംഗ് ഐ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നല്ലേ, അതായത് ഇപ്പം നമുക്ക് കുറച്ചധികം ഇൻപുട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ഒന്നിച്ച് എഴുതാം ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് ഐ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സി ഇൻ ഒബ്ജക്റ്റ് വെച്ചിട്ടും സി ഔട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ടും എഴുതി കാണിക്കാം. ഓക്കെ, റൈറ്റ് C++ എക്സാമ്പിൾസ് ഫോർ ദ ഫോളോയിങ്. ഓക്കെ, C++ൽ നമുക്ക് എഴുതാം എന്താണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് C++ൽ എങ്ങനെയാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം? ഇപ്പം ഞാനൊരു ഏജ്, എൻ്റെ ഏജ് എഴുതാമെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെ എഴുതാം അല്ലേ? ഓക്കെ, ഏജ് എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ ഇൻറ്റ് ഏജ് എന്ന് കൊടുക്കാം. ഇനി അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലോ, ഇത് തന്നെ നമുക്ക് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതാം. ഇപ്പം ഏജ് ഈക്വൽ ടു, ഞാനിപ്പോൾ ഇവിടെ 24 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എന്തായി? ഇൻറ്റ് ഏജ് എന്നുള്ളത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റും ആയി. ഏജ് 24 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ എന്തായി? അതൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 8 ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആൻ ഓപ്പറേറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ഓപ്പറേറ്റേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഒരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു ഓപ്പറേഷൻ. ഇറ്റ്സ് എ സിമ്പിൾ ദാറ്റ് പെർഫോംസ് ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സിമ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? കുറേ നമ്മൾ പഠിച്ചല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ പഠിച്ചു. പിന്നെ എന്താ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇങ്ങനെ ഇൻപുട്ടിൻ്റെ ഓപ്പറേറ്റർ ഇതാണ്, ഔട്ട്പുട്ടിൻ്റെ ഇങ്ങനെയാണ്. അതുപോലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ പ്ലസ്, മൈനസ്, മോഡുലസ്, ഡിവിഷൻ, ഇൻറ്റു, ഇതൊക്കെ വരുന്നത് അരിത്തമെറ്റിക്കൽ. ദെൻ റിലേഷണൽ ഓപ്പറേറ്ററിൽ എന്താ? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ ഇക്വിറ്റി ഉണ്ട്, ദെൻ നോട്ട് ഈക്വൽ ടു. ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ റിലേഷണൽ ആയിരുന്നു. ഇനി ലോജിക്കൽ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, സൈസ് ഓഫ് ഉണ്ട്, അസൈൻമെൻറ്റ്, ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് എഴുതുക, ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെ പേര് എഴുതി അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതെല്ലാം നമുക്ക് ഓപ്പറേറ്ററൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് C++ൻ്റെ സ്ട്രക്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹാഷ് ഇൻക്ലൂഡ് അല്ലേ? ഹാഷ് ഇൻക്ലൂഡ് എഴുതുക. ഹാഷ് ഇൻക്ലൂഡ് IOString. ഇതിവിടെ എൻഡ് ചെയ്തോ? എൻഡ് ചെയ്യുന്നില്ല. അതെവിടെ എൻഡ് ചെയ്യുന്നത്? നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യും? യൂസിങ് നെയിം സ്പേസ് std. ഓക്കെ, യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ് 0 റിട്ടേൺ ചെയ്യണം. സോ റിട്ടേൺ 0 കൊടുക്കുക, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്ര എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഇനി ഓരോ ലൈനും എന്താണെന്നുള്ളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എഴുതാൻ അറിയാലോ? അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് C++ എഴുതേണ്ടത്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ടെക്സ്റ്റും കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണല്ലോ. അതായത് അത്ര വലിയ ചാപ്റ്റർ ഒന്നും അല്ല, എന്നാലും പ്രോഗ്രാമാണ്, നമുക്ക് ഇഷ്ടമാവും അല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പഠിച്ചു വന്നപ്പോഴേക്കും? നമുക്ക് കൂടുതൽ ഇതുപോലെ ചെയ്തതൊക്കെ യൂസ് ചെയ്ത് നോക്കാനായിട്ട് തോന്നിയില്ലേ? അപ്പോൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എക്സാം പോയിന്റിൻ്റെ ഗൈഡ് റെഫർ ചെയ്യുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്തൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.